ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു കൊല്ലം പൂരം കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ ഇതുവരെയ്ക്കും കൊല്ലം പൂരം പോയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പൂരം ഞാൻ കേട്ടിട്ടുണ്ട്, കൊല്ലം പൂരവും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കൊല്ലംകാരായതുകൊണ്ട് നമ്മൾ കൊല്ലം പൂരം കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കൊല്ലം പൂരം എന്താ ആനയും പിന്നെ കുടമാറ്റവും അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. അത് കണ്ടിട്ടാണ് ഞാൻ കേട്ടിട്ടാട്ടോ പോയത്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കോളിഫ്ലവറൊക്കെ തിന്നുകൊണ്ടിരിക്കാൻ നേരത്തെ എന്തോ ഒരു ശബ്ദം കേട്ടു കേട്ടോ, ചിലങ്ങയുടെ ശബ്ദമാണ്. അപ്പം നോക്കാൻ നേരത്തെ ഇത് ആനക്കുട്ടന്മാർ വരിയായിട്ട് നടന്നു വരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആനമാരൊക്കെ പോകുമ്പോൾ നമ്മളിതാ നേരെ പിന്നെയും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മൈതാനത്ത് പോയപ്പോൾ നമ്മുടെ കുടം മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കുടമൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ബോച്ചയൊക്കെ കണ്ടു കേട്ടോ. അവിടെ ബോച്ചയൊക്കെ വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പൂരത്തിനുള്ള ആനകളെയൊക്കെ ഇങ്ങനെ വരിയായിട്ട് നിർത്തുവാണ് കേട്ടോ, നമ്മൾ പൂരത്തിന് വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ആനകളിങ്ങനെ വന്ന് നിൽക്കുന്നതോടെ ആളുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ചൂടും എല്ലാമായിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ വ്ളോഗ് സ്റ്റാർ വിഷ്ണുവിനെയൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമായിട്ടോ. വ്ളോഗ് സ്റ്റാർ വിഷ്ണുവിനെയൊക്കെ കണ്ടിട്ട് വ്ളോഗ് സ്റ്റാർ വിഷ്ണു. അങ്ങനെ നമ്മളിത് വി പാർക്കിൽ വന്ന് കുറച്ച് നേരം അവിടെ റിലാക്സ് ആയിട്ട് നമ്മൾ ലക്ഷ്മി ബേക്കറി പോയി ഫ്രൂട്ട് സലാഡും ചോക്ലേറ്റ് ഷേക്കും ഒരു ചിക്കൻ നൂഡിൽസൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൊല്ലം പൂരമൊക്കെ പോയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ.